എന്നാ പിന്നെ അവിടെ നിർത്തിയതല്ല എന്തായാലും. അപ്പം പിന്നെ ഞാൻ കൊണ്ടുവന്ന ഉണ്ണിയപ്പം കഴിച്ചിട്ട് പോവാമെന്നായി. അപ്പം ശ്യാമ പറഞ്ഞു ഉണ്ണിയപ്പം എടുക്കാൻ പറഞ്ഞു. ഉണ്ണിയപ്പം എടുത്ത് കഴിക്കണ്ടടാ ഷെറിന് കറുത്ത് കരിഞ്ഞൊരു ഉണ്ണിയപ്പം കിട്ടി. അവർ കരിഞ്ഞ കരിക്കട്ടേക്ക് കൊണ്ടേക്കാന്ന് പറഞ്ഞാൽ എടുത്ത് കാട്ടിക്കൊക്കെ ഒരൊറ്റ ഇരട്ടാ. അത് കരിഞ്ഞതില്ല മുരിഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ പറഞ്ഞ പോലെ കരിഞ്ഞതെന്ന് നോക്കി ആദ്യം എടുത്തില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ കരിഞ്ഞത് ആദ്യം ഗണപതിക്ക് പടുക്ക വെച്ച് ഞങ്ങൾ ബാക്കിയൊക്കെയും കഴിച്ചിട്ടായിരുന്നു. കൊതി പറ്റാണ്ടിരിക്കാൻ വേണ്ടി വീക്കി കളഞ്ഞാന്ന് വിചാരിച്ചാൽ മതി. പിന്നെ ഞങ്ങളെല്ലാവരും കഴിച്ചു. അപ്പോൾ ഉണ്ണിയപ്പം ഫസ്റ്റ് പറഞ്ഞാൽ മധുരം കുറവാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഒരുപാട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയില്ലേ. അപ്പോൾ കുറേ മധുരമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കിട്ടിക്കത് അത് മട്ടും. അപ്പം ഞാൻ ലേശം മധുരം കുറച്ചുണ്ടാക്കി. അവസാനം ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പം നമ്മൾ കുറച്ച് ഉണ്ണിയപ്പമൊക്കെ ഒരു 2 ഉണ്ണിയപ്പത്തിനെ കുറ്റം പറഞ്ഞുണ്ടാക്കി നിൽക്കുകയാണ് കേട്ടോ. കാരണം ഷിജേട്ടൻ ഇപ്പം കണ്ടറിയാലോ എന്നെ എന്തോ പറയാണെന്നുള്ളത്. അനിലേട്ടനതെ ഉണ്ണിയപ്പത്തിൻ്റെ അനിലേട്ടൻ ശ്യാമ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നു പറഞ്ഞപ്പോൾ ഞാനത് ഏറ്റെടുത്ത് തന്നെ വേണ്ട ഞാൻ ഉണ്ടാക്കിയോളാം എന്ന് പറഞ്ഞു. അപ്പോഴേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മര്യാദയ്ക്ക് ഉണ്ടാക്കിയില്ല തന്നെ ശരിയാക്കി തരാമെന്ന്. അപ്പോൾ ഈ കരിഞ്ഞത് കണ്ടപ്പോൾ അവരെന്നെ ഇട്ട് വാരിയോണ്ടിരിക്കണേ. അങ്ങനെ ഞങ്ങൾ ഉണ്ണിയപ്പമൊക്കെ കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. തുമ്പൂർ മൊഴിയാണ് നമ്മുടെ അടുത്ത സ്ഥലം കേട്ടോ. അപ്പോൾ അവിടെ ചെറിയ പാർക്കുണ്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ പാർക്കിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഉണ്ണിയപ്പമൊക്കെ തിന്ന് കുറച്ച് കഴിച്ചുള്ളേ. ഒരുപാടുണ്ടെങ്കിൽ ഉണ്ണിയപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചോണ്ടിടയ്ക്ക് ഞാൻ. അപ്പോൾ അടിപൊളിയുണ്ടെന്ന് എല്ലാവരും പറയാണ്. പക്ഷെ ശരിക്കുള്ള അഭിപ്രായങ്ങൾ വേറെ വരുന്നുണ്ട് അവിടെ. ശരിക്കുള്ള അഭിപ്രായമൊക്കെ ആർക്ക് കേൾക്കണം? നമുക്ക് ഇഷ്ടപ്പെട്ടവരോട് ചോദിക്കും ഷീഞ്ഞേട്ട എങ്ങനെയുണ്ട്. അപ്പം ഷീഞ്ഞേട്ട ഒരു അടിപൊളി അങ്ങനെ പൊട്ടഭിപ്രായം പറയില്ല എന്നുള്ളവരോട് മാത്രമേ നമ്മൾ ചോദിക്കും. അത് തീ കൂടിയതാ തീ പാളിയപ്പോഴേ. അപ്പം ഞാൻ പറയിപ്പിച്ചിട്ടുള്ള അമ്മ ശരിക്കുള്ള അഭിപ്രായം. അപ്പം ഞങ്ങൾ 11 മണിയായി. അപ്പം ഒട്ടും സമയങ്ങളാണ്ട് തുമ്പൂർ മൊഴിയിലേക്ക് പോകണം കേട്ടോ.